ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പറയടാ. പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. സോ റെയിൽവേ എക്സാംസിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൗണ്ടിങ് ഇപ്പോ സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക് ആണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. സോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഗുഡ് ഈവനിങ് ആവണി ആകാശ്. എടാ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഒഡിബിൾ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ല? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ പറഞ്ഞേ. ഓക്കെ അല്ലേ? സോ 30 വരുത്തി പറ. സ്റ്റാർട്ട് ചെയ്തൂടെ? ക്ലിയർ, ഒഡിബിൾ. ഓക്കെ, സോ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് വരാം. നോക്ക്, ഗുഡ് ഈവനിങ്. നോക്ക്, ശ്രദ്ധിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? നോർമലി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ 1 2 3 ഇതേപോലെയുള്ളൊക്കെ ഫിഗേഴ്സിൽ എത്ര കൗണ്ടിങ്, എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വരിക എന്നുള്ള കാര്യമാണ് ഉണ്ടാവുന്നത്. സോ നോർമലി ഇതിന്റെ ഒരു ഐഡിയ, കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം ട്രിക്ക് പഠിച്ചാലും ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് വരാം, ചിലപ്പോൾ ഇരുന്ന് എണ്ണേണ്ടി വരും. അപ്പോൾ ചില കേസിൽ നമ്മളെ ടെൻഷൻ കാരണം അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാർക്ക് ഫോർ ദ റിവ്യൂ അടിക്കുക. മാർക്ക് ഫോർ റിവ്യൂ അടിക്കുക. തുടക്കത്തിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കൺഫേം ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ അടിച്ചിട്ട് അവസാന സമയമുള്ള സമയത്ത് ഒന്നും കൂടെ വന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റിന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഷുവറിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരു ഉറപ്പില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് ടൈപ്പ് ഓഫ് തോട്ട്സ് വരുന്ന ഒരു ടോപ്പിക്കാണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. കാരണം എത്രത്തോളം നമ്മൾ കൃത്യമായിട്ട് എണ്ണിക്കഴിഞ്ഞാലും മേ ബി നമ്മൾ കാണാണ്ട് പോകുന്ന ഹിഡൻ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു ട്രയാങ്കിളോ സ്ക്വയറോ റെക്ടാങ്കിളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫിഗേഴ്സ് കാണപ്പെടാം. ഓക്കെ, സോ അത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കുറച്ചും കൂടെ ടഫ് സൈഡിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് നോർമലി എന്തല്ല പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വൈസ് ആയിട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ചിലപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇപ്പം നിലവിൽ കുറച്ച് നല്ല നല്ല ട്രിക്ക് പറയാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐഡിയ. ചിലപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഉത്തരം കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസും ഇതിൽ വരാം. അപ്പോൾ എല്ലാ സൈഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോർമലി നമ്മൾ പറയാൻ പോകുന്ന ട്രിക്ക്, നോർമലി നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാ ഐഡിയാസും ഇതുവരെയുള്ള ട്രിക്സും കാര്യങ്ങളും മൊത്തം എന്ത് പറയുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാലോ. ശ്രദ്ധിക്കും. അപ്പൊ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ട്രയാങ്കിൾസ് എണ്ണാൻ പഠിക്കാം. എങ്ങനെയാണ് ട്രയാങ്കിൾസ് എണ്ണാന്ന് പഠിക്കാം. നമുക്ക് ശ്രദ്ധിക്കും. ശ്രദ്ധിക്കടാ. ഇപ്പോ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞത്, ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യണേ. കൃത്യമായിട്ട് ഞാൻ ചോദിക്കും, ഇതിലിപ്പോ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണി എന്ത് പറയാ, കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ദിസ് ഇസ് വെരി ബേസിക് ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടടാ? ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? പറ, എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? വേഗം പറ. ഈസി ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് പറയേണ്ടതാണ്. നമുക്ക് ഇരുന്ന് എണ്ണി കണ്ടുപിടിക്കാം അല്ലെ. ഇതിൽ പ്രത്യേകിച്ച് ട്രിക്കും കാര്യങ്ങളും ഒന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ഇതിൽ ഒരു ചെറിയ ട്രയാങ്കിള്, രണ്ടാമത്തത് ഈ ഒരു ട്രയാങ്കിള്, പിന്നെ ഈ മൂന്നാമത്തെ ഈ വലിയൊരു ട്രയാങ്കിളോട് കൂട്ടിയിട്ട് 3 ട്രയാങ്കിൾസ് ആണ് ഇവിടെ വരുന്നത്. എത്ര ട്രയാങ്കിൾസ് ആണ്? 3 ട്രയാങ്കിൾസ്. ഈ ശരിയല്ലേ? സോ 3 ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ലൈൻ മാറ്റി ഈ ഒരു ട്രയാങ്കിൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻസിന്റെ എണ്ണം കൂട്ടി. ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻസിന്റെ എണ്ണം കൂട്ടി. നോക്ക്, ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഇപ്പൊ നേരത്തെ ഒരു ലൈന് പകരം 2 ലൈൻ വരച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദിസ് ഫിഗർ? ഇപ്പോ ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? പറ, വേഗം പറ. ആർക്കും കുറെ പേർക്ക് ട്രിക്ക് അറിയുന്നുണ്ടാവും. സോ നോർമലി എണ്ണി കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഇതിന്റെ ട്രിക്ക് പറ. 6 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഒന്നാമത്തെ ചെറിയ ട്രയാങ്കിള്, രണ്ടാമത്തെ ഈ ചെറിയ ട്രയാങ്കിള്, മൂന്നാമത്തെ ഈ ചെറിയ ട്രയാങ്കിള്. ഇനി ഈ രണ്ട് ഇത്രയും കൂടിയിട്ട് ഇവിടെ ഒരു 4ാമത്തെ ട്രയാങ്കിൾ. അതേതായ ട്രയാങ്കിള്? ഇങ്ങനെ വരുന്ന 4ാമത്തെ ട്രയാങ്കിൾ. ശരിയല്ലേടാ? ശരിയല്ലേ? ഇനി ഈ ബേസും ഈ ബേസും കൂടെ കൂട്ടിയിട്ടുള്ള 5ാമത്തെ ട്രയാങ്കിള്. അതേത് ട്രയാങ്കിളാ? ഈ ഒരു വലിയ ട്രയാങ്കിള്. ഇനി ലാസ്റ്റ് ചെയ്ത് പറയാം, ഈ ഒരു വലിയ ട്രയാങ്കിളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു വലിയ ട്രയാങ്കിളോ കൂട്ടിയിട്ട്, വലിയ ബേസിലുള്ള ട്രയാങ്കിളോ കൂട്ടിയിട്ട് 6 ട്രയാങ്കിൾസ് ഉണ്ട്. 6 ട്രയാങ്കിൾസ്. ഓക്കെ അല്ലേ? സോ നിലവിൽ ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 6 ട്രയാങ്കിളായി. അപ്പൊ ഞാൻ നേരത്തെ വരച്ച ഫിഗർ ഏതായിരുന്നു? നേരത്തെ വരച്ച ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ
ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൽ 3 ട്രയാങ്കിൾസ് ഉണ്ടടാ, 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണെങ്കിലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈന്. സോ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6 ട്രയാങ്കിൾസ് ഉണ്ട്, 6 ട്രയാങ്കിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ലൈൻസ് 2 എന്നുള്ളത് എത്രയായിട്ട് മാറി? 3 എന്നായിട്ടുള്ളതായി. ഓക്കെ, സോ 3 ലൈൻസ് ഇങ്ങോട്ടേക്ക് വരച്ചു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് പറയാം. അടുത്ത ലൈൻ, അടുത്ത ചോദ്യം, ഇവിടെ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് പറയാം. ജസ്റ്റ് റെസ്പോണ്ട് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദിസ് ഫിഗർ. അശ്വിൻ 8 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 8 ആയിരിക്കാം, നമുക്ക് പറ. 10. ഓക്കെ, 10 എന്ന് പറയുന്നുണ്ട്. എത്രയായിരിക്കും? 10. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ ഇനിയും എണ്ണി കണ്ടുപിടിക്കാൻ, ഇപ്പം നേരത്തെ മുകളിലത്തെ 2 ഫിഗേഴ്സ് ചെയ്യുന്ന പോലെ എണ്ണി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടാസ്ക് ആണ്. എന്താണ് കുറച്ചും കൂടെ ടാസ്ക് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇതേ ഒരു ഐഡിയാസ് ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഈ ഒരു ബേസിൽ എത്ര കട്ട് വരുന്നുണ്ട്? ബേസിൽ ഈ ഒരു ലൈൻ വന്നുകൊണ്ട് തന്നെ ഇവിടെ എത്ര കട്ട് ഉണ്ട്? ഇവിടെ എനിക്ക് 1 2 എന്ന് നമ്പർ ചെയ്തൂടെ? ഇവിടെ അതേപോലെ 1 2 3 എന്ന് നമ്പർ ചെയ്തൂടെ? ഇവിടെയോ 1 2 3 4. ഇത്രയും നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടെ 3 കിട്ടുന്നത് എങ്ങനെയാടാ? 1 + 2. ഇവിടെ 6 കിട്ടുന്നത് എങ്ങനെയാ? 1 + 2 + 3. ഇവിടെ അതേപോലെ 8 കിട്ടുന്ന 8 അല്ല 10 കിട്ടുന്നത് എങ്ങനെയാ? 1 + 2 + 3 + 4. ഓക്കെ ആണോ? സോ ഇവിടെ ഇങ്ങനെ നമ്പർ ബേസ് ചെയ്തിട്ട് അത് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? സോറി, 8 അല്ല 10 ട്രയാങ്കിൾ കിട്ടും. ഇവിടെ എത്ര കിട്ടും? 6 ട്രയാങ്കിൾ കിട്ടും. ഇവിടെ എത്ര ട്രയാങ്കിൾ കിട്ടും? 3 ട്രയാങ്കിൾ കിട്ടും. ലോജിക് ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഇന്നത്തെ ഫസ്റ്റ് ട്രിക്ക്. നമ്പർ ഓഫ് ലൈൻസ് ഇങ്ങോട്ടേക്ക് ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര കട്ട് വരുന്നുണ്ടോ, താഴെ ബേസിൽ എത്ര കട്ട് വരുന്നുണ്ടോ അത് ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുക, അത് മൊത്തം ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക്. ഓക്കെ ആണോ? പോയിന്റ് മനസ്സിലായോടാ? ഇവിടെ എല്ലാവർക്കും ഓക്കെ ആണോ ഈ ട്രിക്ക്? ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? സെറ്റ് അല്ലേ? സോ ഈ ഒരു കാര്യം ആദ്യം തന്നെ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിഗർ നോക്ക്, അടുത്ത ഫിഗർ നോക്ക്. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒറ്റയടിക്ക് പറയണം. 1 2 3 4. 4 ലൈൻ വരച്ചു. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും ഇവിടെ? പറ. 4 ട്രയാങ്കിൾസ് വരച്ചു കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾ? 4 ലൈൻ വരച്ചു കഴിഞ്ഞാൽ ബേസിലേക്ക് 4 ലൈൻ വരച്ചു. അപ്പൊ എത്ര കട്ട് വരും നോക്കുന്നു? 15. ഓക്കെ, 1 2 3 4 5. സോ 1 2 3 4 4 ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ 4 + 1 നമ്പേഴ്സ് അതുവരെയുള്ള സമ്മ നോക്കിയാൽ മതി. സോ 1 + 2 + 3 + 4 + 5 വിച്ച് മീൻസ് ഈക്വൽ ടു 15. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയൊക്കെ വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമലി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ലൈൻസിന്റെ എണ്ണം 5 6 7 അങ്ങനെ 8 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 ഇതൊക്കെ ഇരുന്ന് എണ്ണുന്ന പാടായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ആക്ച്വലി സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? സം ഓഫ് n natural numbers equal to n into n plus 1 by 2. ഓക്കെ ആണോ? ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ 8 ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 8 ലൈൻസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇതേപോലെ 1 2 3 4 4 ലൈൻസ് ആണ് വരച്ചെങ്കിൽ 5 കട്ട് വന്നു. അതേപോലെ 8 വരെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 × 9/2. 8 × 9/2 അതങ്ങ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ പറഞ്ഞത്. ഓക്കെ ആണോ? ഈ ഒരു പോയിന്റ് ഓക്കെ ആണോ? സോ ഇവിടെ തന്നെ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. ക്ലിയർ? കാര്യം ക്ലിയർ അല്ലേ? കാര്യം ഓക്കെ അല്ലേടാ? കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, സോ അടുത്തതിലേക്ക് പോവുകയാണ്. ഇതേ കണ്ടന്റ് തന്നെ, ഇതേ പോയിന്റ് തന്നെ ഞാൻ ഇങ്ങനെയാക്കി മാറ്റി എന്ന് വിചാരിക്കുക. ഈ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇതേപോലെ ലൈൻസ് സെയിം ഇങ്ങോട്ടേക്ക് വരച്ചു. 1 2 3 4. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇപ്പൊ നിലവിൽ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്?
ഓക്കെ, എത്രയാടാ? 45. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കോർണർ പോയിന്റ് കാരണം, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ഒരു കോർണർ പോയിന്റ് കാരണം, ശ്രദ്ധിക്ക്, ഇവിടെയുള്ള ഒരു കോർണർ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ലൈനിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് 1 2 3 4 5. സോ ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഈ ഒരു ലൈനിൽ ഉണ്ടാകുന്നതാണ് 1 2 3 4 5. അതേപോലെ 1 2 3 4 5. ഇവിടെ ഉണ്ടാക്കുന്നത് 1 2 3 4 5. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഫിഗർ കാണുന്ന സമയത്ത് നിങ്ങൾ ആകെ എന്ത് നമ്പർ ചെയ്യുക? ഈ ഒരു ബേസിൽ മാത്രം നമ്പർ ചെയ്യുക. എന്ത് നമ്പർ ചെയ്യുക? ബേസിൽ മാത്രം നമ്പർ ചെയ്യുക. എന്നിട്ട് അതങ്ങ് കൗണ്ട് ചെയ്യുക. ഇവിടെ ബേസിൽ കൗണ്ട് ചെയ്ത് എത്ര വരും? 1 + 2 + 3 + 4 + 5. അത് എത്ര കിട്ടും? 15 കിട്ടൂലടാ. അത് 15 കിട്ടും. ഈ 15 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ലൈൻസ് നോക്കിയാൽ മതി. 1 2 3 4. 15 ഇൻറ്റു 4 = 1 2 3 4. 15 ഇൻറ്റു 4 എത്രയാ? 60 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് 45 കിട്ടുന്നത്? 45 എങ്ങനെ കിട്ടുന്നത്? എടാ ശ്രദ്ധിക്ക്, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇവിടം വരെയുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? 5 + 4 9 3 12 14 15. അതേപോലെ തന്നെ ഈ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു 15, ഇവിടെ ഉണ്ടാക്കുന്ന ഒരു 15, അതേപോലെ തന്നെ വലിയ ട്രയാങ്കിൾ ഒരു 15 ഉണ്ടാക്കൂലേ? അങ്ങനെ മൊത്തം എത്രയായി? 15 ഇൻറ്റു 4 60 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? 45 അല്ല, 60 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? തെറ്റിയിട്ടുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ സാർ, ക്ലിയർ. തെറ്റിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് നമ്പർ ചെയ്യാൻ മറക്കരുത്. ഇവിടെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്പർ ചെയ്ത ഈ 1 എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ ഒന്നാമത്തെ ട്രയാങ്കിൾ ഏതാ? ഈ ചെറിയ ട്രയാങ്കിൾ. അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഓരോ കേസിലും മാറും. ഇപ്പോഴാണ് ഓക്കെ ആയത്. മനസ്സിലായോ? സോ ഓരോ കേസിലും നമ്പർ ഓഫ് ലൈൻസ്, ഇവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്പർ ബേസ് മാത്രം നമ്പർ ചെയ്യുക. ഇതേപോലെ തന്നെ സിമിലർ ആയിക്കോട്ടെ കേട്ടോ. ലൈൻ കംപ്ലീറ്റ്ലി ആവണം. ഇവിടെ തൊട്ട് ഇവിടം വരെ ലൈൻ വരണം. ബേസിലുള്ള ലൈൻ പോലെ തന്നെ വേണം മുകളിലുള്ള ലൈൻസ് ഒക്കെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബേസും കൂടെ നമ്പർ ചെയ്യുക. 1 2 3 4. സോ 15 ഇൻറ്റു 4 60 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ തെറ്റിക്കരുത്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞത് ഈസി സില്ലി മിസ്റ്റേക്ക് ഉണ്ടാക്കിയെടുക്കരുത്. ഓക്കെ, സോ ഇതേ ഫിഗർ തന്നെ ഞാൻ വേറെ രീതി തരാൻ നോക്കി, ശ്രദ്ധിക്കും. വേഗം പറ, എത്ര നമ്പർ ട്രയാങ്കിൾസ് ഉണ്ടാവും? സാർ ഇതിലെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ എന്തിനാണ് ഇത് ചെയ്തിന്റെ കൂടെ പറയാം. ഫോർമുല അപ്ലൈ ചെയ്ത് പറഞ്ഞുതരാം. ഇത് ചെയ്യും. 75. എത്ര കിട്ടും? 105. ഓക്കെ, 105 ആണ് ഒരുപാട് വരുന്ന നമ്പേഴ്സ്. സോ ഇവിടെ എത്രയാ? 1 2 3 4 5 6. അപ്പൊ ഇതുവരെയുള്ള സമ്മ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 6 വരെയുള്ള സമ്മ് കാണാൻ 6 × 7/2. 6 × 7/2 എന്ന് പറഞ്ഞാൽ 7 × 3 = 21. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. താഴത്തെ ബേസ് നമ്പർ ചെയ്താൽ മൊത്തം എനിക്ക് എത്ര കിട്ടി? 21 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? 21 ഇൻറ്റു എത്ര ലൈൻസ് ഉണ്ട്? 1 2 3 4 5. 21 ഇൻറ്റു 5 = 105. ഒറ്റയടിക്ക് തരും. 10 15 സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു ട്രിക്കിന്റെ ഉപയോഗം. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ആരും ഒരാൾ ട്രിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ വെച്ചിട്ട്. സോ ഈ രീതി ചെയ്യാന്നുള്ളതാണ് പോയിന്റ്. കാവ്യ ഓക്കെ ആണോ? ഈ രീതിയിൽ 21 എന്നുള്ളത് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. ബാക്കി 21 ഇൻറ്റു നമ്പർ ഓഫ് ലൈൻസ് ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. സോ നല്ല ട്രിക്കാണ്, മൈൻഡിൽ വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്. നമ്മൾ നേരത്തെ ചെയ്ത പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ചെയ്. എത്ര ആംഗിൾസാ? വേഗം പറ, വേഗം പറ. ഇതിനേക്കാളും വലിയ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വളരെ പെട്ടെന്ന് പറ. വിത്തിൻ സെക്കൻഡ്സ് എത്രയാണ് ഉത്തരം വരിക? എത്ര ഉത്തരം വരും? 10 അല്ലേ? 1 2 3 4. 4 3 7 2 9 1 10. ക്വസ്റ്റ്യൻ നമ്പർ 2 എത്ര കിട്ടും? അതിന്റെ ഉത്തരം പറഞ്ഞോ. എടാ എല്ലാവരും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടല്ലോ ക്ലാസ് കാണുന്ന. എല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടോ.
ഓക്കെ 15 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാ 1 2 3 4 5 അപ്പൊ മൊത്തത്തിൽ വരും 5 കൂടെ ആഡ് ചെയ്താല് എത്ര കിട്ടും 5 4 9 3 5 9 12 14 1 15 ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇത് പറ ഉത്തരം എത്രയാ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പറ വൺ ടു ത്രീ സോ ബേസ് നമ്പർ ചെയ്താല് 6 കിട്ടും 6 ഇൻറ്റു എത്ര ലൈൻസ് ഉണ്ട് 1 2 3 6 ഇൻറ്റു 3 18 ക്ലിയർ ആണല്ലോ ഇതാണ് ഐഡിയ ആദ്യം ബേസ് നമ്പർ ചെയ്യുന്നു ബേസിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ബേസിൽ എത്ര സം വരുന്നു അത് ഇൻറ്റു നമ്പർ ഓഫ് ലൈൻസ് ചെയ്താൽ മതി ക്ലിയർ അല്ലേ നെക്സ്റ്റ് ഇത് ചെയ് ഓക്കെ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഇതിന്റെ ഐഡിയാസ് പറഞ്ഞുതരാം ശ്രദ്ധി ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നോ ഇങ്ങനെയാണ് ഫിഗർ എന്ന് വിചാരിക്കും ഇങ്ങനെയാണ് ഫിഗർ എന്ന് വിചാരിക്കും സോ ഇതേപോലെ ഫിഗേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് സെയിം ആണ് ജസ്റ്റ് ഇവിടെ നമ്പർ ചെയ്യാം 1 2 3 4 1 2 3 1 2 3 1 2 3 ഒരു കാര്യം മറന്നു പോരുത് ബേസും കൂടെ നമ്പർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക 1 2 3 4 5 ഓക്കെ ആണോ ഇനി ഇത് മൊത്തം ആഡ് ചെയ്യുക എടാ ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇവിടം വരെ എടാ 5 നമ്പർ ചെയ്യാൻ ഇങ്ങോട്ടേക്ക് ഇല്ല അതുകൊണ്ട് 4 വരെ കൗണ്ട് ചെയ്താൽ മതി മൊത്തം എത്രയാ 4 3 7 2 9 1 10 എത്രയാടാ 10 ഇനി നോക്ക് ഇവിടെ 3 + 2 5 + 1 6 ഇനി അടുത്തത് ഇവിടെ 3 + 2 + 5 5 1 6 അതേപോലെ ഇവിടെ 3 5 1 6 ഓക്കെ ആണോ അതേപോലെ തന്നെ ബേസിലും 5 4 9 3 15 എത്ര വരും 15 ഇനി ടോട്ടൽ എത്രയാ മൊത്തം ആഡ് ചെയ്യാം 15ഉം 6ഉം 21ഉം 31 അതേപോലെ 31ഉം 6ഉം 31ഉം 12ഉം 31ഉം 12ഉം കൂടെ ആഡ് ചെയ്താൽ 2 1 3 43 അപ്പൊ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഫിഗറിൽ 4 3 43 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് ഓക്കെ ആണോ ഐഡിയ മനസ്സിലായോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായോ ജസ്റ്റ് നമ്പർ ചെയ്യുക അത് മൊത്തം ആഡ് ചെയ്യുക എന്നിട്ട് അവസാനം ടോട്ടൽ ആഡ് ചെയ്യുക ടോട്ടൽ കൂട്ടുക ഓക്കെ ക്ലിയർ ഈ ഒരു ട്രിക്ക് മറന്നു പോകണ്ട ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് സോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം ക്ലിയർ ഇതാണ് ട്രിക്ക് സോ റീസണിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക ക്ലിയർ അല്ലേ സോ ഒരിക്കലും മറന്നു പോകണ്ട ഇപ്പൊ നമ്പർ ഓഫ് ലൈൻസ് ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു 5 നമ്പർ ചെയ്യുന്നു പക്ഷെ അതില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക ഓക്കെ ആണോ ക്ലിയർ സെറ്റ് അല്ലേ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും How many triangles there in the following figure? Remember, 27 അഞ്ജലി കൃഷ്ണ 27 എത്രയാണ് 27 എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഓക്കെ നോക്ക് 1 2 3 4 5 1 2 3 1 2 1 2 അപ്പൊ ഇവിടെ ഒരു 3 ഇവിടെയും ഒരു 3 ഇവിടെ ഒരു 6 അതേപോലെ തന്നെ ഇവിടെ എത്രയാ ഒരു 15 സോ ടോട്ടല് 15 3 18ഉം 18 6ഉം 24 24 3ഉം 27 പെട്ടെന്ന് കഴിയൂലേ പരിപാടി ഭയങ്കര ഈസി അല്ലേ സോ ഈ ഒരു മെത്തേഡ് മറന്നു പോകണ്ട സോ ഇതുവരെ പഠിച്ച ഒറ്റ ട്രിക്കിന്റെ മുകളിലാണ് ട്രിക്ക് എന്താടാ ഇങ്ങനെ ഒരു ട്രയാങ്കിളില് ഒരു കോർണർന്ന് ഇങ്ങോട്ട് അടുത്ത ഓപ്പോസിറ്റ് ബേസിലേക്ക് ലൈൻസ് പോവുകയാണെങ്കിൽ ബേസ് നമ്പർ ചെയ്യുക എന്നിട്ട് മൊത്തം എന്ത് ചെയ്യുക എല്ലാം കൂടെ ആഡ് ചെയ്യുക അപ്പൊ മൊത്തം എത്ര 4 കിട്ടും 4 7 9 1 10 സോ ഇതാണ് ബേസിക് ട്രിക്ക് ക്ലിയർ ആണല്ലോ സോ ഈ ഒരു ട്രിക്കിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തത് അല്ലെ 3 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തത് ഓക്കെ അല്ലേ സോ നെക്സ്റ്റ് അടുത്ത ഐഡിയ പറഞ്ഞുതരാം ശ്രദ്ധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരുന്നു അടുത്ത ട്രിക്ക് ടൈപ്പ് നമ്പർ 2 ടൈപ്പ് 2ന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കും
ശ്രദ്ധിച്ചിരുന്നോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഒരു ട്രയാങ്കിളില് ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കാന്ന് വിചാരിക്കുക. മീൻസ് ഓപ്പോസിറ്റ് വേർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഒരു വേർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. രണ്ട് സൈഡിൽ നിന്നും വരയ്ക്കുന്നു, 3 സൈഡ് വരയ്ക്കുന്നില്ല, 2 സൈഡ്. സോ ഇതിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ഈക്വലന്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അടുത്തത് മൂന്നാമത്തത്, അടുത്ത 2 സൈഡ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ ആണോ? സോ ഈ മൂന്ന് ഫിഗറിലെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് സെയിം ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്ന ടൈപ്പാണ് ടൈപ്പ് നമ്പർ 2. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എടാ നോക്കടാ, ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇതിന്റെ ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സാം ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബേസിക്സ് ആദ്യം ആലോചിക്കുക. ഇതിന്റെ ബേസിക്സ് ആദ്യം എങ്ങനെയാ വരുന്നതെന്ന് ആലോചിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഇതിന്റെ ബേസിക്സ് പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഷോർട്ട് കട്ടിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് കട്ട് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. സോ അതിന്റെ ബേസിക്സ് ആദ്യം ശ്രദ്ധിച്ചു വെച്ചോ. ഇപ്പൊ ഈ ഒരു കോർണർ പോയിന്റ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിൽ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടിയിട്ട് 1 2 ആഡ് ചെയ്താൽ 1+2. ഇവിടെ ഈ ഒരു കോർണർ പോയിന്റിൽ ഈ ഒരു ലൈനിൽ ഒരു 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? ഈ ഒരു കോർണർ പോയിന്റ്സിൽ 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? അതേപോലെ ഈ ഒരു കോർണർ പോയിന്റ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെയും നമ്പർ ഓഫ് 1 2 ആഡ് ചെയ്താൽ മൊത്തം ഈ ഒരു 3+3 ഈ ഒരു കോർണർ പോയിന്റ് ഒരു 6 ട്രയാങ്കിൾസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? അതെങ്ങനെയാ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ 1+2 മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കും. എത്ര ട്രയാങ്കിൾസാ? 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ടാവും. അതേ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇവിടെയും 1 2 നമ്പർ ചെയ്തു, ഇവിടെയും 1 2 നമ്പർ ചെയ്തു. ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ എഴുതിയ ഈ 6 മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഒരു 6 ട്രയാങ്കിൾസ് എങ്ങനെയാ ഫോം ചെയ്യുന്നുള്ള കാര്യം ഇവിടെ വരെ ഓക്കെ ആണോടാ? നിങ്ങൾക്ക് പറ, ഇത് ഓക്കെ ആണോ? എങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ ഈ ഒരു 6 ഇവിടെ എങ്ങനെ എഴുതിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ? ഫൈനൽ ക്ലിയർ ആണോ? ജസ്റ്റ് കമന്റ് ചെയ്യടാ ഒന്നുകൂടെ. അപ്പൊ നോക്ക് ആരതി, ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കും. ഓക്കെ, നോക്കൂ, ഒന്നുകൂടെ പറയാം. എടാ ഇവിടെ നിന്ന് ഈ ഒരു കോർണർ പോയിന്റ് ഈ ഒരു ലൈനിലേക്ക് പോയ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മാർഗം പഠിച്ചത്? എടാ ലൈൻസ് ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുക? 1 2 ആഡ് ചെയ്യും, മൊത്തം 3 ട്രയാങ്കിൾ ആണെന്ന് പറയും. ഇനി ഈ ലൈന് കുറച്ച് ചെരിഞ്ഞു എന്ന് വിചാരിക്കും. എങ്ങോട്ടേക്ക് ചെരിച്ച് വരയ്ക്കുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ ലൈൻസ് ഈ കോർണർ പോയിന്റ് ട്രയാങ്കിൾ ഇങ്ങനെയാന്ന് വിചാരിക്കും. ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ലൈന് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് ലൈൻ പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ 1 2 ആഡ് ചെയ്യും. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഐഡിയ. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറ ഇവിടെയാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം? ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഈ ഒരു ലൈനിൽ 1 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും 1 നമ്പർ ചെയ്യാം, ഇവിടെ 2 നമ്പർ ചെയ്യാം. മൊത്തം ഇവിടെയും ഒരു 1+2 മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഉണ്ടാക്കുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 2 എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? എടാ ഒന്ന് ചെരിഞ്ഞു നോക്കിയാൽ മതി. ഒന്ന് ചെരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ടൈപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുക. ഓക്കെ, ഇവിടെയും 1 2 ട്രയാങ്കിൾസ്, ഇവിടെയും 1 2 ട്രയാങ്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കാരണം ഇവിടെ 3 ട്രയാങ്കിൾ, ടോട്ടൽ ഈ വലിയ ട്രയാങ്കിൾ ഒരു 3 ട്രയാങ്കിൾ വേറെ. ഓക്കെ, ക്ലിയർ ആണോടാ? സെറ്റ് ആണ്. സോ ഇനി അതുപോലെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. അതുപോലെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട അടുത്ത പോയിന്റ്, ഇനി കോർണർ പോയിന്റ് ഏതാ? ഇവിടെ നിങ്ങൾക്ക് എന്ത് നമ്പർ ചെയ്യാം? ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 1 2 നമ്പർ ചെയ്യാം, ഇവിടെയും എനിക്ക് 1 2 നമ്പർ ചെയ്തൂടെ? മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ ഒരു കോർണർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ എനിക്ക് 1 2 നമ്പർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലും എനിക്ക് എത്ര നമ്പർ ചെയ്യാം? 1 2 നമ്പർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലും വീണ്ടും ഒരു 6 ട്രയാങ്കിൾസ് ഉണ്ടാകുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു 6 എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള ട്രയാങ്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു 6ഉം ഇവിടെ ഒരു 6ഉം 6 12 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിന് കാരണം ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്ത പോലത്തെ ട്രയാങ്കിൾസ് ഞാൻ എവിടെ എണ്ണിയിട്ടുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എണ്ണിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എണ്ണിയിട്ടുണ്ട്. ഇതുവരെ ഓക്കെ ആണോ? ബേസിക്സ് ആദ്യത്തെ ഒരു ക്വസ്റ്റിൽ മാത്രം പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. ബാക്കി ഞാൻ പറഞ്ഞ സെറ്റ് ആയി തരാം. ഇത് ഓക്കെ ആണോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ?
ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇതുവരെ ഈ ഡബിൾ കൗണ്ട് ചെയ്തത് ട്രയാങ്കിൾസ് വരെ ഓക്കെ ആണോ? ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 12 കുറച്ച് എണ്ണം കുറയ്ക്കേണ്ടി വരൂലേ? ഈ 12 ട്രയാങ്കിൾസ് നിന്ന് കുറച്ച് ട്രയാങ്കിൾസ് കുറയ്ക്കേണ്ടി വരൂലേ? അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിലവിൽ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ ജസ്റ്റ് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ വരച്ച് പറഞ്ഞു തരാം. ഇത് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്ര ടൈം എടുത്ത് പറഞ്ഞു തരുന്നത്. സോ എന്ത് ചെയ്യുക, ഇത് ആ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു നോർമൽ ട്രയാങ്കിള് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ നിന്നും അതേപോലെ തന്നെ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചു. ഇനി എന്ത് ചെയ്തു? ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോർണർ പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്കുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 1 2, ഇങ്ങോട്ടേക്കുള്ള കോർണർ ട്രയാങ്കിൾസ് 1 2, മൊത്തം ഈ ഒരു ഇവിടെ 3 6 ട്രയാങ്കിൾസ് ഉണ്ടാകുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു പോയിന്റിൽ ഇവിടെ 1 2 നമ്പർ ചെയ്യാം, അതുപോലെ ഇവിടെ 1 2 നമ്പർ ചെയ്യാം. മൊത്തം ഇവിടെ ഒരു 3 ഇവിടെ ഒരു 3 കൂടെ ആഡ് ചെയ്താൽ ഇവിടെയും ഒരു 6 ട്രയാങ്കിൾസ് ഉണ്ടാകുന്നുണ്ടാവും. ഓക്കെ അല്ലേ? സോ 6 12 ട്രയാങ്കിൾസ് എന്തായാലും ഉണ്ടാക്കുന്നില്ല. അതിൽ കുറച്ച് ട്രയാങ്കിൾസ് ഡബിൾ കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡബിൾ കൗണ്ട് ചെയ്ത ട്രയാങ്കിൾസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട്, ഒരു സൂത്രവിദ്യ പറഞ്ഞു തരാം. ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിൻ ചെയ്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണോ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ലൈൻ വരയ്ക്കാൻ തുടങ്ങിയത്, ഈ ഒരു പോയിന്റ് അല്ലേ? ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള പോയിന്റ് നോക്ക്. ഈ ഒരു കോർണർ പോയിന്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഈ പോയിന്റും ഇവിടെ നിന്ന് ഒഴിവാക്കുക. ഈ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി പിന്നെ ഏതാ ഉള്ളത്? കളർ സെലക്ട് ആവുന്നില്ല. ഈ ഒരു കോർണർ പോയിന്റ് ഒഴിവാക്കുക. ഈ ഒരു കോർണർ പോയിന്റും ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. ആ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ എത്ര ജോയിനിങ് പോയിന്റ്, ഇതേപോലെ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്രയും 12 നിങ്ങൾക്ക് എന്ത് മൈനസ് ചെയ്യണം? കുറച്ച് ട്രയാങ്കിൾസ് മൈനസ് ചെയ്യണം. അങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 4 5 6. ഈ 6 എണ്ണത്തില് ഇപ്പൊ 6 ജോയിനിങ്, രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന 6 പോയിന്റ് ഉണ്ട്. ഈ 6 പോയിന്റ് നിന്ന് നിങ്ങൾക്ക് ഏത് പോയിന്റ് ഒഴിവാക്കണം? ലൈൻസ് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏതാ? ഒന്നിതും അതങ്ങ് കുറയ്ക്കുക. അപ്പൊ 6 2 പോയി കഴിഞ്ഞാൽ 4. ആ 4 എന്ന് മൈനസ് ചെയ്യുക, 12 മൈനസ് ചെയ്യുക. ഉത്തരം എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇത് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. ഈ ഒരു പോയിന്റ് കാരണം ഇവിടെ ഒരു 6 ട്രയാങ്കിൾസ്, ഈ ഒരു പോയിന്റ് കാരണം ഇവിടെ ഒരു 6 ട്രയാങ്കിൾസ്, മൊത്തം 12 ട്രയാങ്കിൾസ്. ഇനി എന്ത് മൈനസ് ചെയ്യുക? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതൊക്കെയാണോ? ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ലൈന് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഒഴിവാക്കുക. ഇത് ഒഴിവാക്കി, ലൈന് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഒഴിവാക്കി. ഇനി എത്ര കോർണർ പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലൈന് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? ഒന്നിത്. വേറെ ഏതെങ്കിലും പോയിന്റിൽ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് എത്ര പോയിന്റ്സ് ഉണ്ട്? 1 2 3 4. ഇത് രണ്ടും നമ്മൾ നേരത്തെ ഒഴിവാക്കി. എന്തിനാ ഒഴിവാക്കിയത്? ലൈന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇതാണ്. ഈ ഒരു പോയിന്റ് കാരണമാണ് ഇവിടെ ഡബിൾ കൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിൾസ് ഉണ്ടാകുന്ന കാര്യം പഠിച്ചു വെച്ചാൽ മതി. സോ ഇവിടെ നോക്ക്, ഈ ഒരു ലൈൻ കാരണം ഉണ്ടാകുന്ന ഡബിൾ കൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിൾ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. അത് ഇവിടെയും വരും. സോ അത് ഒഴിവാക്കി. സോ 12 4 മൈനസ് ചെയ്തു. ഉത്തരം എത്രയാ? 8. സോ അതേ ഐഡിയ ഇവിടെ യൂസ് ചെയ്ത നമ്പർ ഓഫ് ലൈൻസ് എത്രയാ? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വന്നത് 8 ആയിരിക്കും. ഓക്കെ ആണോ? മെത്തേഡ് ഓക്കെ ആണോടാ? ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇതിന്റെ ബേസിക്സ് വെച്ച് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വേറെ വരും. അപ്പൊ ഞാൻ വേറെ എന്താ പറയുന്നത്, അവിടെ ഇതായിരിക്കും യൂസ് ചെയ്യേണ്ടത്. പോയിന്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോടാ? എല്ലാവർക്കും മനസ്സിലായി? സോ ഇനി ഇതിന്റെ ഷോർട്ട് കട്ടിലേക്ക് വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പോയ ലൈൻസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ, ഇവിടെ നോക്ക്, ഇവിടെ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയ നമ്പർ ഓഫ് ലൈൻസ് 1 ആണ്, ഇവിടെ നിന്നും നമ്പർ ഓഫ് ലൈൻസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസിന്റെ എണ്ണം കാണാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലൈൻസ് പ്ലസ് 1 അതിന്റെ ക്യൂബ് എടുത്താൽ മതി. എന്താണ്? നമ്പർ ഓഫ് ലൈൻസ്
+1 അതിന്റെ ക്യൂബ് എടുക്കുക. നമ്പർ ഓഫ് ലൈൻസ് +1 ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പോയ നമ്പർ ഓഫ് ലൈൻസിന്റെ എണ്ണം 1 ആണ്. സോ 1 + 1 2. 2ന്റെ ക്യൂബ് എത്രയാ? 8. 2ന്റെ ക്യൂബ് എത്രയാ? 8. ഇവിടെയും എത്രയാ? 8. ഓക്കെ ആണോ? ഇനി ഫിഗർ ഇതാന്ന് വിചാരിക്കും. ഫിഗർ ഇങ്ങനെയാന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 2 ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ശ്രദ്ധിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1, ഇങ്ങോട്ടേക്ക് 2. അപ്പൊ എന്താ ഇതിന്റെ മീനിങ് എന്താ? ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് 2 ലൈനാണ് വരച്ചത്. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം? സോ ഇവിടെ നിന്ന് 2 ലൈൻ വരച്ചു, ഇവിടെ നിന്ന് 2 ലൈൻ വരച്ചു. അപ്പൊ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടിയിട്ട് 2 + 1 ദ ഓൾ ക്യൂബ്. അപ്പൊ ഉത്തരം എത്രയാ? 27. അപ്പം ഇതായിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുക. കാരണം ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് അറിയാനും പാടില്ല. ആ രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ നമ്പർ ഓഫ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെർട്ടെക്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പോകരുത് കേട്ടോ. ഒരു പോയിന്റ് പറയാനുള്ളത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2 ലൈൻ പോകരുത്. അതാണ് ഇതിന്റെ ഉത്തരം വേറെ വരും. 2 വെർട്ടെക്സ് എന്ന് മാത്രമേ നമ്പർ ലൈൻസ് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പോവുള്ളൂ. 3 ലൈൻസ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ഈ ട്രിക്ക് വർക്ക് ആവില്ല. അത് ഇരുന്ന് എണ്ണി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ട്രിക്ക് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ നമ്പർ ഓഫ് ലൈൻസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നു, ക്യൂബ് എടുക്കുന്നു. ക്ലിയർ ആണോ? ഈ ട്രിക്ക് ഓക്കെ ആണോ? ആണോടാ? ക്ലിയർ? ആ 1 എങ്ങനെ കിട്ടി? എടാ അതിന്റെ ട്രിക്കാണ് പറഞ്ഞത്. ആ 1 എങ്ങനെ കിട്ടിയെന്നല്ല, അതിന്റെ ട്രിക്കാണ് പറഞ്ഞത്. 27 എങ്ങനെ കിട്ടിയെന്ന് ഞാൻ മെത്തേഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അശ്വിനെ നേരത്തെ ഇതിന്റെ ബേസിക്സ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് 27 കിട്ടിയെന്നുള്ളത്. അത് വെച്ചിട്ടാണ് 27 കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ട്രിക്കാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്താലും 27 കിട്ടും. ഓക്കെ അശ്വിൻ? ഓക്കെ, ക്ലിയർ ആണോ? 27 എങ്ങനെയാ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ +1 എങ്ങനെ ആഡ് ചെയ്യുന്നതിന് ഉത്തരമല്ല, 27 എങ്ങനെയാ കിട്ടുന്നുള്ള ബേസിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ രീതി ചെയ്താൽ 27 കിട്ടും. പക്ഷെ നോർമൽ ട്രിക്ക് എങ്ങനെയാ? 2 + 1 ഓൾ ക്യൂബ് ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്ത് മാറില്ല? ഉത്തരം മാറില്ല. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. സോ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി ചെയ്. ഇതിന് ഉത്തരം വേഗം പറ. ഇതിന് ഉത്തരം പറ. ഓക്കെ, സോ ഒരു ലൈനാണ് പോയത്. അങ്ങനെയാണെങ്കിൽ 1 + 1 ക്യൂബ്, 1 + 1 അതിന്റെ ക്യൂബ്. അപ്പൊ എത്ര വരും? 2 ക്യൂബ് = 8. ഈസി. സോ നെക്സ്റ്റ്, നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞത് ഇവിടെ എത്ര നമ്പർ ലൈൻസ് ഉണ്ട്? 2. അങ്ങനെയാണെങ്കിൽ 2 + 1 ദ ഓൾ ക്യൂബ്. ഉത്തരം എത്ര വരും? 27. ഓപ്ഷൻ നമ്പർ ഡി. സോ നെക്സ്റ്റ്, ഇതിന് ഉത്തരം എല്ലാരും പറ. ഇതിന് ഉത്തരത്തിൽ വരും? വെരി ഗുഡ്. നമ്പർ ലൈൻസ് എത്രയാ? 1 2 3 4. ഇവിടെ ഇങ്ങോട്ടും പോയത് 1 2 3 4. അപ്പോ 4 ലൈൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. സോ 2 വെർട്ടെക്സിന് പോയ ലൈൻസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ, 4 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4 + 1 അതിന്റെ ക്യൂബ് എടുക്കുക. അപ്പൊ എത്ര കിട്ടും? 5ന്റെ ക്യൂബ് എടുത്ത് നോക്കിയാൽ മതി. 125. ഓപ്ഷൻ നമ്പർ എ. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 8. സോ ഇവിടെ ആ പരിപാടി നടക്കൂല. ഇത് ബേസിക്സ് ആണ്. ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റൂല? നമ്മൾ നേരത്തെ പഠിച്ച നമ്പർ ഓഫ് ലൈൻസിന്റെ എണ്ണം, പോയിരിക്കുന്ന വെർട്ടെക്സ് നിന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുന്ന നമ്പർ ഓഫ് ലൈൻസിന്റെ എണ്ണം സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബേസിക്സ് ആലോചിക്ക്. ബേസിക്സ് വെച്ച് സോൾവ് ചെയ്ത് നോക്ക്.
ഓക്കെ, 12 ഓക്കെ, നോക്ക് ലോജിക് എന്താ? സോ ഈ ഒരു പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 1 2 3 1 2 3. അപ്പൊ എത്രയൊക്കെയാടാ ഇവിടെ ഉണ്ടാകുന്ന 1 1 2 3 1 2 3. സോ 6 6 12. ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 12. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാ? 1 2 1 2 1 2. അപ്പൊ 3 6 9. സോ ഇവിടെ എത്രയാ? 9. ഓക്കെ അല്ലേ? സോ മൊത്തം നമുക്കറിയാം 12 9 ആഡ് ചെയ്ത് എത്ര കിട്ടും? 21. 21 എണ്ണയില്ല, അതിന് കുറച്ചെണ്ണം മൈനസ് ചെയ്യണ്ടേ. ഏതൊക്കെയാണ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്? ഇത് ഒഴിവാക്കണം. ബാക്കി എത്രയാ? 1 2 3 4 5 6. സോ 21 6 മൈനസ് ചെയ്താല് 15. പിന്നെ എങ്ങനെയാ 12 ഒക്കെ കിട്ടുന്നത്? ഒരാൾ പോലും ഉത്തരം പറയുന്നില്ലല്ലോ. നോക്കടാ, എങ്ങനെയാ ഇത് തെറ്റിക്കുന്നേ? ഒന്നുകൂടെ നോക്ക്. ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഈ കോർണർ പോയിന്റ് ഈ ഒരു കോർണർ പോയിന്റ് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഏതാ? 1 2 3. അപ്പൊ ഇവിടെ എത്രയായി? 6 ട്രയാങ്കിൾ ആയി. ഇനി ഇവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾസ് ഏതാ? 1 2 3. അപ്പൊ ഇവിടെ എത്രയാ? 3 + 2 + 1 5 6 6 12. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? 12. സോ അത് ഞാനങ്ങ് എഴുതി. ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? 12. ഇനി നേരെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഏതൊക്കെ വരും? 1 2 1 2 1 2. സോ ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3. അപ്പൊ മൊത്തം എത്ര വരും? 3 6 9. അപ്പൊ ഇവിടെ ഒരു 12 ട്രയാങ്കിൾസ്, ഇവിടെ ഒരു 9 ട്രയാങ്കിൾസ്. ഓക്കെ അല്ലേ? സോ 12 9 21 ട്രയാങ്കിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബാക്കി എത്ര എണ്ണം മൈനസ് ചെയ്യണം? ഈ ഒരു പോയിന്റ് ഒഴിവാക്കി. ബാക്കിയുള്ളത് ഏതൊക്കെയാ? 1 2 3 4 5 6. സോ 21 6 മൈനസ് ചെയ്യാ 15. തെറ്റിക്കരുത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? എല്ലാവരും 12 പറഞ്ഞത്. പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ. സോ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തെറ്റിക്കരുത്. ഈ ക്വസ്റ്റ്യൻ ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 9. എടാ എല്ലാവരും ശരിയായിട്ട് ചെയ്യടാ. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്. ഇത് ചെയ്തേ. സാർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ ട്രിക്ക് ഉണ്ടോ? എടോ അതല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക്സ്. ഇതിൽ ബേസിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പോലെ ക്യൂബ് ഒന്നും വർക്ക് ആവില്ല. സോ ഈ രീതിയിൽ തന്നെ ചിന്തിക്കണം കേട്ടോ. നമ്പർ ഓഫ് ലൈൻസ് സിമിലർ ആണെങ്കിൽ ഓക്കെ ക്യൂബ് എടുക്കായിരുന്നു. പക്ഷെ ഇവിടെ വേറൊന്നും വർക്ക് ആവില്ല. സോ സ്റ്റിക്ക് ഓൺ ടു ബേസിക്സ്. സോ 42. ഓക്കെ, നിരീക്ഷ ഈ ഒരു ചോദ്യത്തിൽ ശ്രദ്ധിക്കുക. ഇതിൽ പറയാം. നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത 8ാമത്തതും ബേസിക്സ് തന്നെയാ. അതേ മെത്തേഡ് ഇതും സോൾവ് ചെയ്യുന്നത്. നോക്ക്, ഇന്നത്തെ പോയിന്റ് നിങ്ങൾ ക്ലാസ്സിന്റെ ആദ്യം തൊട്ടേ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സോ ഈ പോയിന്റ് നോക്ക്. 1 2 3 4 1 2 3 4 1 2 3 4. ഇങ്ങനെ നമ്പർ ചെയ്യാലോ. സോ 4 7 9 10 10 10. സോ ഈ ഒരു കോർണർ പോയിന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? 1 2 3 30. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു കോർണർ പോയിന്റ് ഇവിടെ എത്രയാ? 1 2 3 1 2 3 1 2 3 1 2 3. സോ 3 ട്രയാങ്കിൾസിന്റെ 6 ഇൻറ്റു എത്രയാ? 1 2 3 4. 6 ഇൻറ്റു 4 24. സോ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 30ഉം ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 24. ഇവിടെ ഉണ്ടാക്കുന്നത് എത്രയാ? ഒരു 24. സോ മൊത്തം 30 24 54 ഉണ്ടോ? ഇല്ല. എത്ര മൈനസ് ചെയ്യണം? ഇത് ഒഴിവാക്കുക. ബാക്കിയുള്ള പോയിന്റ് ഏതാ? 1 2 3 4 5 6 7 8 9 10 11 12. സോ 54 12 കൂടി മൈനസ് ചെയ്താല് 42. സോ ഓപ്ഷൻ എ. എല്ലാവർക്കും ഓക്കെ ആണോ? വിനീഷ ഓക്കെ ആണോ? ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആണോ? വെരി ഈസി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തിലേക്ക് പോട്ടെ. ക്ലിയർ. സോ ഇതാണ് ടൈപ്പ് 2. സെറ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും സെറ്റ് ആണോ? സോ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ടൈപ്പ് 2 രണ്ടും ഡിഫറെന്റ് ആവുന്ന ടൈപ്പ്. ഓക്കെ ആണോ?
സോ എല്ലാവരും ക്ലാസ് കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ 2 ടൈപ്പ് ഓക്കെ ആണോടാ? സോ കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ? സോ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു ഐഡിയ ഇതുവരെ ഓക്കെ അല്ലേ? ടൈപ്പ് 1 ഡിഫറെന്റ് ആണ്, ടൈപ്പ് 2 ഡിഫറെന്റ് ആണ്. സോ ടൈപ്പ് 2 ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇതേപോലെ നമ്പർ ഓഫ് ലൈൻസ് സിമിലർ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ക്യൂബ് എടുത്താൽ മതി. ലൈൻസിന്റെ എണ്ണം സിമിലർ ആണെങ്കിൽ ലൈൻസിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക, ക്യൂബ് എടുക്കുക. അപ്പൊ എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ അല്ലേ? സോ അടുത്തത് നമ്പർ ഓഫ് ലൈൻസ് 2 ആണ്. സോ 2 + 1 ഓൾ ക്യൂബ് 27. അടുത്തത് നമ്പർ ഓഫ് ലൈൻസ് 4 ആണ്. 4 + 1 5, 5 ക്യൂബ് 27. ഓക്കെ അല്ലേ? സോ ഇനി അടുത്ത ട്രിക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി സ്ക്വയറിന്റെ ഉള്ള ട്രയാങ്കിൾസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്ക്. ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? പറ. ഈ ഒരു ഫിഗറിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? ഓക്കെ, ആവണി 8 പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, 8 അല്ലേ? സോ ഏതൊക്കെ നമ്പർ ഓഫ് ട്രയാങ്കിൾസാ? ആദ്യം 4 കുഞ്ഞു ട്രയാങ്കിൾസ്. ഏതൊക്കെ കുഞ്ഞു ട്രയാങ്കിൾസ്? വന്നിട്ട് 1, 2, 3, 4. ഇനി ഏതാ? ഇവിടെ വരുന്ന ഈ 5ാമത്തെ ട്രയാങ്കിള്, അതേപോലെ 6ാമത്തെ ട്രയാങ്കിള്, അതേപോലെ 7ാമത്തെ ട്രയാങ്കിള്, അതേപോലെ തന്നെ ലാസ്റ്റ് 8ാമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 8 ട്രയാങ്കിൾസ് ഉണ്ട്. എത്ര ട്രയാങ്കിൾസാ? 8 ട്രയാങ്കിൾസ്. മൊത്തം 8 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഇതേപോലെയുള്ള ഫിഗർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇതിന്റെ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫിഗർ ഇങ്ങനെ വരാം. നോക്ക്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്പർ ചെയ്യുക. 1, 2, 3, 4. കുഞ്ഞു ട്രയാങ്കിൾസ് നമ്പർ ചെയ്യുക. ഇവിടെ അതേപോലെ എന്ത് നമ്പർ ചെയ്യുക? 1, 2, 3, 4, 5, 6. ഇവിടെ എത്ര കുഞ്ഞു ട്രയാങ്കിൾസ് ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫിഗർ ആവണം കേട്ടോ. ഇതേപോലെ ഒരു ലൈൻ മാത്രം ആക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവും. ഇവിടെ ഇങ്ങോട്ട് ഒരു ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് നമ്പർ ചെയ്യരുത്? 1, 2, 3, 4, 5. 5 എന്ന് നമ്പർ ചെയ്യരുത്. കാരണം ഈ ലൈൻസ് ഇങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 എന്നും ഇവിടെ 6 എന്ന് നമ്പർ ചെയ്യായിരുന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഇവിടെ നമ്പർ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ 4 ട്രയാങ്കിൾ അല്ലേ? 4 കുഞ്ഞു ട്രയാങ്കിൾ അല്ലേ? സോ 4 × 2 8 ട്രയാങ്കിൾസ് ആയിരിക്കും. ഇവിടെയോ? ഇവിടെ മൊത്തം 6 ട്രയാങ്കിൾസ് ആണ്. സോ 6 ട്രയാങ്കിൾസ് ആണെങ്കിൽ 6 × 2 12 ട്രയാങ്കിൾസ്. ഇവിടെ 8 ആണ്. സോ 8 × 2 16 ട്രയാങ്കിൾസ്. സോ ഈ ഒരു ട്രിക്ക് എഴുതി വെച്ചോ. നല്ല ട്രിക്ക് ആണ്. ഓക്കെ ആണോ? സോ മൊത്തം 16 ട്രയാങ്കിൾസ്. ഓക്കെ ആണോടാ? എല്ലാവരും ക്ലിയർ ആണോ? എഴുതിയെടുത്തോ. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? വേഗം പറ. സോ ഈ ഒരു ഐഡിയ ഓക്കെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഇതിലാണ് സ്ക്വയറിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കേട്ടോ. സ്ക്വയേഴ്സ്, ട്രയാങ്കിൾസ് ഇൻ സ്ക്വയേഴ്സ്. ഓക്കെ, സോ ഇതാണ് ട്രിക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? ചെയ്ത് നോക്ക്. എന്താ പറഞ്ഞ തന്നെയാണ്. വേഗം പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞോ. ഓക്കെ, സോ 1, 2, 3, 4, 5, 6,
7, 8. 8 into 2, 16 triangles. Okay. Question number 11. ഇത് പറ. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? നമുക്ക് ഫിഗർ മാത്രം മതി, അതുകൊണ്ടാണ് സൂം ചെയ്തത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, 26, 26, 26. 26 ആണോ? ഇരുപത്തിയെട്ട് പറയുന്നുണ്ട് അല്ലെ? ഓക്കെ. സോ 1, 2 എവിടെയൊക്കെ നമ്പർ ചെയ്യാം? 1, 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. അപ്പൊ മൊത്തം ഇതിനെ നേരെ ഒരു ഹാഫ് ആക്കി മാറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു 12 ട്രയാങ്കിൾസ് ഉണ്ടാവും, ഇവിടെ ഒരു 12 ട്രയാങ്കിൾസ് ഉണ്ടാകുന്നുണ്ടാവും. അപ്പൊ ഓക്കെ അല്ലേ? സോ 12, 12ഉം 24 ട്രയാങ്കിൾസ് കൺഫേം ആണ്. ഇനി നിങ്ങൾ ഇത്രയും 24 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? 5 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എക്സ്ട്രാ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. നോക്ക്, ശ്രദ്ധിക്കണം. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ശ്രദ്ധിക്ക്, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ നേരെ തല നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ ഇത്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആണോ? സോ എക്സ്ട്രാ 2 ട്രയാങ്കിൾ ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ വരച്ചത് ഇതിന്റെ മുകളിൽ കൂടെ വരച്ചത്, ഇതും ഒരു ട്രയാങ്കിൾ ആണ്. സോ 2 ട്രയാങ്കിൾ ഓക്കെ ആയി. ഇത് നമ്മൾ കാണാതെ പോയതാണ്. ഇതിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് 2. ഈ 2 എന്ന് എഴുതി. ഇനി നോക്ക്, ഇനി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു ട്രയാങ്കിൾസ് അല്ലടാ. ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ഹാഫിൽ വരുന്ന ഈ ഒരു ട്രയാങ്കിൾ കൗണ്ട് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ നേരെ ഹാഫ് ഇങ്ങോട്ടും വരൂലേ? ഇവിടെ വേറെയും ഒരു 2 ട്രയാങ്കിൾസ് ഉണ്ടാവൂലേ? സോ മൊത്തം 24, 26 എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? 28 ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാ വരുന്ന ട്രയാങ്കിൾസ് എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ 24 ട്രയാങ്കിൾ വേഗം കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടാസ്ക് ആണ്, കുറച്ചും കൂടെ കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് കണ്ടെത്തേണ്ട ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിന്ന് ഇൻബിൽട്ട് ആയിട്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്നത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ ആണോ? മെത്തേഡ് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ? സോ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 28. ഓക്കെ അല്ലേ? അടുത്ത ചെയ്. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? $28. 28 അല്ലെ? അപ്പൊ ഏതൊക്കെയാ? ഇവിടെ 1, 2, 3, 4. ഇവിടെ ഒരു 8, ഇവിടെ 8, ഇവിടെ ഒരു 8. അപ്പൊ 24 കൺഫേം ആണ്, ഒരു പ്രശ്നമില്ല. ഇനി നോക്ക്, 24 കൂടെ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രയാങ്കിൾ ആണ് ഇത്, അതേപോലെ തന്നെ ഇവൻ. ഓക്കെ ആണോ? സോ ഒരു 2 കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ഈ ഒരു ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളും. സോ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ 24 + 2 26, 26 + 2 28. സെറ്റ് അല്ലേടാ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ?
സോ ഇതൊക്കെ ഈ ഒരു ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ ആണോടാ? ക്ലിയർ? സോ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ഈ ഒരു നമ്പർ ഓഫ് ട്രയാങ്കിൾ, ഇതിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുക. ആവണി. ഓക്കെ, 39. എത്രയാടാ? 39. ഓക്കെ ആണോ? സോ നോക്ക്, ഇവിടെ ഒരു 8, 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 ഇവിടെ ഒരു 8. അത് ഓക്കെ ആണല്ലോ. സോ 32 ട്രയാങ്കിൾസ് എന്തായാലും കൺഫേം ആണ്. 32. ഇനി നോക്ക്, ഇതും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത്, ഇനി ഞാൻ വരച്ച് കാണിക്കുന്നില്ല, ഇവിടെ 2 എണ്ണം. ഇതും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഒരു 2 ട്രയാങ്കിൾ. ഇതും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഒരു 2 ട്രയാങ്കിൾ. സോ 32ന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 2, 2, 2, 2, 4, 6 ട്രയാങ്കിളോടെ കൺഫേം ചെയ്താൽ 38 അല്ല 38. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഈ 38 എണ്ണം കൂടി കഴിഞ്ഞാൽ ഇനി ഉള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് 3 ഫിഗേഴ്സ് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 1, 2, 3, ഇത് 3ഉം കൂടി ക്ലബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഏത് എന്ന് പറയുന്നത്? ഇത് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്കിൽ ഉപയോഗിച്ച് കണ്ടെത്തേണ്ടതാണ്, ഉള്ളെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. സോ 38 + 1 39, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണോടാ? ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇത് ചെയ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും? പറ. 44. ഓക്കെ, 44 പറയുന്നുണ്ട്. ഓക്കെ, ആലോചിക്ക്. ഓക്കെ, എത്രയാടാ? 44. എല്ലാവർക്കും 44 ആണോ? എല്ലാവർക്കും 44 ആണോ? സതി. സോ ഐഡിയ അറിയാം. 8, 8, 8, 8. അത് എഴുതുന്നില്ല. സോ 8, 4, 4, 8 × 4 32. ഇനി ഏതൊക്കെയാ? ഇതും ക്ലബ് ചെയ്യുമ്പോൾ ഒരു 2 എണ്ണം. ഇതും ക്ലബ് ചെയ്യുമ്പോൾ ഒരു 2 എണ്ണം. അതുപോലെ ഇതും ക്ലബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 എണ്ണം. ഇതും ക്ലബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 എണ്ണം. സോ എത്ര കൂടെ ക്ലബ് ചെയ്യണം? 32ഉം 8ഉം 40 എണ്ണം കൺഫേം ആയി. ഇനി നോക്ക്, ഇത് നമ്മൾ നോർമലി അറിയാം, ഇതൊരു ട്രയാങ്കിൾ അല്ലേടാ? നമ്മൾ നോർമലി പഠിച്ചതാണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഇതും ഒരു ട്രയാങ്കിൾ ആണ്, ഇതും ഒരു ട്രയാങ്കിൾ ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെ മൊത്തം 40. ഇതിന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 4ഉം കൂടെ ആഡ് ചെയ്യണം. സോ 32, 8, 44, 44. ഓപ്ഷൻ നമ്പർ എ ആണ് ഉത്തരം. ക്ലിയർ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇരുന്നിട്ട് ഓരോന്ന് എണ്ണി കണ്ടുപിടിച്ച 1, 2, 3, 4, 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞാല് സമയം നമ്മൾ അത്രത്തോളം സമയം എടുക്കും, നമ്മൾ സ്കിപ്പ് ചെയ്യും. സമയം പോവുകയും ചെയ്യും, സ്കിപ്പ് ചെയ്യുകയും ചെയ്യും, മാർക്ക് കിട്ടുകയില്ല, ടൈം പോവുകയും ചെയ്യും. ഓക്കെ ആണോ? മെത്തേഡ് ഓക്കെ ആണോ? ഇതിന്റെ ഒരു വേ ഓഫ് അപ്രോച്ച് ക്ലിയർ ആണോ? ഇങ്ങനെ വേണം അറ്റംപ്റ്റ് ചെയ്യാൻ. ക്ലിയർ?
ഓക്കെ ആണോടാ? എല്ലാവർക്കും ക്ലിയർ ആണോ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്. ഓക്കെ, 11. ഓക്കെ, സോ ഇത്രയും ഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഒരു 3 ട്രയാങ്കിൾ, ഇത്രയും ഭാഗത്ത് ഒരു 3 ട്രയാങ്കിൾ. അത് ഏത് ട്രിക്കാ? എടാ, ആ ട്രിക്ക് നമുക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെ ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം 1, 2 മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. അത് നമുക്ക് അറിയുന്ന ട്രിക്കാണ്. സോ അത് വെച്ചിട്ട് ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, ഇവിടെയും ഒരു 3 ട്രയാങ്കിൾ. സോ 3 3 6 3 9. ഇനി ഏത് ട്രയാങ്കിളാ? ഇനി ഈ ഒരു ട്രയാങ്കിൾ, അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ. സോ 9 എത്ര കൂടെ ആഡ് ചെയ്യാം? എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ ഇതിലൊരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ 9 2 11 ട്രയാങ്കിൾ. സോ നെക്സ്റ്റ്, ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് പറ? ഇപ്പൊ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലൊരു പാർട്ടാണ്. ഇത്ര ഭാഗത്ത് 11 ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാലോ. ഇത്ര ഭാഗത്ത് 11 ട്രയാങ്കിൾ അല്ലേ? അതുപോലെ ഇത് പറ, ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? എത്ര വരും? 32. നോക്ക്, ശ്രദ്ധിക്ക്. എടാ, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ആക്കി. ഇതിനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പാർട്ട്, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത 11 ട്രയാങ്കിൾ ഇങ്ങോട്ട് പാർട്ട്, പിന്നെ ഇതേ ഫിഗർ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇതാണ് ഫിഗർ എങ്കിൽ ഇതിൽ എത്ര നമ്പർ ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറ? സോ ഇതാണ് ലൈൻ. ഇതാണ് എന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് പാർട്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഫസ്റ്റും തേർഡും സിമിലർ ആണ്, രണ്ടും ഒന്ന് തന്നെയാണ്. സോ ഈ ഒന്നാമത്തെ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി കൗണ്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു 3 ട്രയാങ്കിൾ, ഇവിടെ ഒരു 3 ട്രയാങ്കിൾ, പിന്നെ ഈ ഒരു വലിയ ട്രയാങ്കിളും കൂടെ മൊത്തം 7 ട്രയാങ്കിൾസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? 7 നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. എത്രയാടാ? 7 ട്രയാങ്കിൾസ്. ക്ലിയർ ആണോ? ഇവിടെയും ഒരു 7 ട്രയാങ്കിൾസ് ആണ്, ഇവിടെയും ഒരു 7 ട്രയാങ്കിൾസ് ആണ്. അതുവരെ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പാർട്ടാക്കിയിട്ട് പറഞ്ഞ ഇതുവരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഈ രണ്ട് പാർട്ടിലും ഇങ്ങോട്ടൊരു 7 സൈഡ്, ഇങ്ങോട്ടൊരു 7 ട്രയാങ്കിൾ, അങ്ങോട്ടൊരു 7 ട്രയാങ്കിൾ. അതുവരെ ഓക്കെ ആണോ? അതുവരെ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്? ക്ലിയർ. ഇനി നോക്ക്, ഇനി ശ്രദ്ധിക്ക്. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു 7 ട്രയാങ്കിൾ, ഇങ്ങോട്ടേക്ക് ഒരു 11 ട്രയാങ്കിൾ, ഇങ്ങോട്ടേക്ക് ഒരു 7 ട്രയാങ്കിൾ. അപ്പൊ മൊത്തം എത്രയായി? 11ഉം 11ന്റെ കൂടെ ഒരു 18ഉം കൂടെ ആഡ് ചെയ്താൽ 8 9 29 ട്രയാങ്കിൾ കൺഫേം ആണ്. 29 ട്രയാങ്കിൾ കൺഫേം ആണ്. ഇനി വരുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ഇവിടെ നോക്കടാ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ ആണോ? ഇവിടെ വരുന്ന ഈ ഒരു ട്രയാങ്കിൾ വരുന്നത് ശരിയാണോ?
സോ 2 ട്രയാങ്കിൾ അവിടെയായി. അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നില്ലേ? സോ ഇങ്ങോട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലേ? അങ്ങനെ മൊത്തം എത്ര ട്രയാങ്കിൾ കൂടെ വന്നു? 29ഉം 4ഉം. അപ്പൊ എത്രയായി? 1 2 3 4 8 9 33. തെറ്റിയാ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം വരുന്ന ഒരു 7 ട്രയാങ്കിൾ, 7 14. 14ന്റെ കൂടെ എത്ര ട്രയാങ്കിൾ കൂടെ വന്നു? ഒരു 11 ട്രയാങ്കിൾ കൂടെ വന്നു. അപ്പൊ 25. 25ന്റെ കൂടെ എത്ര ട്രയാങ്കിൾ കൂടെ ആഡ് ചെയ്യണം? 29 ട്രയാങ്കിൾ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താ. എടാ 14 എങ്ങനെയാണോ? ഓക്കെ, 14 പറഞ്ഞത്. ഓക്കെ, ഒരു മിനിറ്റ്. എടാ 14 എങ്ങനെയാണോ? എടാ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ആയിരുന്നു? ഈ ഒരു ഫിഗറിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു. ഇത് നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം? ഈ പാർട്ടില് ഒരു 3 ട്രയാങ്കിൾ, ഈ ഒരു പാർട്ടിൽ 3 ട്രയാങ്കിൾ, അതേപോലെ തന്നെ ഈ ഒരു പാർട്ടിലും ഒരു 3 ട്രയാങ്കിൾ, പിന്നെ ഈ ഒരു കമ്പൈൻ ചെയ്ത ഫോം മൊത്തം 7 അല്ലേ? ഇവിടെ മൊത്തം ഒരു 7 അല്ലേ? ഇവിടെ ഒരു 7 ട്രയാങ്കിൾ ഉറപ്പാണ്. അതേപോലെ ഇവിടെയും ഒരു 7 ട്രയാങ്കിൾ ഉറപ്പാണ്. സോ 7 14 ട്രയാങ്കിൾസ് കൺഫേം ആണ്. ഇനി വരുന്നത് ഈ ഒരു പാർട്ട്. ഈ ഒരു പാർട്ടിൽ എത്രയാ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പാർട്ടിൽ വരുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? ഇവിടെ വരുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വന്ന് 11 ആണ്. സോ 14ഉം 11ഉം കൂടെ ആഡ് ചെയ്താൽ 25. ഇനി ഈ ഒരു ഫിഗറിൽ വരുന്ന എക്സ്ട്രാ ട്രയാങ്കിൾസ്, ഏതേ ഉള്ളൂ? ഇതും കൂടി ക്ലബ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ട്രയാങ്കിൾ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന മൂന്നാമത്തെ ട്രയാങ്കിൾ ഇത്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഇവിടെ, അതേപോലെ തന്നെ ഇവിടെ വരുന്ന 1, അതേപോലെ തന്നെ ഇവിടെ വരുന്ന 1. ഓക്കെ ആണോ? സോ 4ഉം കൂടെ ആഡ് ചെയ്തു, 24ന്റെ കൂടെ 25ന്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്തു, 29 വന്നു. സോ ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇനി നോക്കുകയാണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ട്രയാങ്കിൾസ് ഉണ്ടാവോ? ഇല്ലല്ലോ. ബാക്കിയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്തില്ലേ? സോ 29 ആണ് ഉത്തരം. സാർ അത് ഓക്കെയാണ്. നേരത്തെ 14 പകരം 18 ആണ് പറഞ്ഞത്. സോ അതാ ചോദിച്ചത്. ഓക്കെ, സോ 29, 29. ഇത് ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ. സോ ഈ രീതിയിൽ എന്ത് ചെയ്യുക? വൃത്തിക്ക് കൃത്യമായിട്ട് തന്നെ പാർട്ടാക്കി മാറ്റുക. അറിയുന്ന രീതിയിൽ സ്പ്ലിറ്റ് ആക്കി. ഇതൊന്നും ഓരോന്നും എണ്ണി കൂട്ടാൻ നിൽക്കരുത്. ഇതൊക്കെ ഇരുന്നെണ്ണി ഇങ്ങനെ നോക്കണ്ട. ഒന്ന് പാർട്ടാക്കി നോക്കുക. എന്നിട്ട് ഇത് കൗണ്ട് ചെയ്യുക, സെന്ററിലുള്ള കൗണ്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. മനസ്സിലായോ? ഈ രീതിയിലൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ പുതിയൊരു ട്രിക്ക് പഠിപ്പിച്ചു തരാം, ശ്രദ്ധിക്കും. ഇനി പറയാനുള്ള പോയിന്റ് സ്റ്റാറിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ബേസിക്സ്. ഇവിടെ നോക്ക്, സ്റ്റാറിന്റെ കേസിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 5 കുഞ്ഞു ട്രയാങ്കിൾസ് ഉണ്ടാവും. ഇനി ഓരോ കോർണർ പോയിന്റ്സ് കാരണം നിങ്ങൾക്ക് ഓരോ ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾസ് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഫിഗർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അതേപോലെ ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അങ്ങനെ 5 5 10 ട്രയാങ്കിൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിന്റെ കേസിൽ മറന്നു പോകണ്ട. സ്റ്റാറിന്റെ കേസിൽ ഇതാണ് സ്റ്റാർ എങ്കിൽ ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും? 10 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും. എത്രയാടാ? 10. മനസ്സിലായോ? പോയിന്റ് ഓക്കെ ആണോ? സോ സ്റ്റാർ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് മൈൻഡിൽ വെക്കുക. സ്റ്റാറിന്റെ കേസിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്? 10 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്. എത്രയാണ്? 10. ക്ലിയർ ആണോ? ക്ലിയർ. സോ ഈ ഒരു കേസ് പഠിച്ചു വെക്കുക. ക്ലിയർ? ഓക്കെ. ഇനി സ്റ്റാർ ഇങ്ങനെയാണെങ്കിലോ? സ്റ്റാർ ഇങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും ഇതില്? ഈ ഒരു കേസിൽ 1 2 3 4 5 6, പിന്നെ ഇങ്ങനെയുള്ളത് ഒരു 7ഉം പിന്നെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ 8ഉം, മൊത്തം 8 ട്രയാങ്കിൾസ് ഉണ്ടാവും. സോ സ്റ്റാർ നേരത്തെ പോലെയാണെങ്കിൽ 10ഉം ഇതേപോലെയാണെങ്കിൽ മൊത്തം 8 ട്രയാങ്കിൾസും ആണ്. ഓക്കെ അല്ലേ? സോ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത്. കാരണം ഇത് ഡയറക്ട്ലി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് സമയം കളയണ്ട. 1 10ഉം 1 8ഉം ആണെന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. ക്ലിയർ? സോ അടുത്ത് നോക്ക്, അടുത്തൊരു പോയിന്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഉള്ളിൽ ഞാനൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാകുന്നുണ്ടാവും? എടാ ഓൾറെഡി ഒരു ട്രയാങ്കിൾ പുറത്തുണ്ടായിരുന്നു. ഈ ഒരു ഉള്ളിലൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് മുന്നേ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രയാങ്കിൾ ഉള്ളിൽ വരച്ചത് കൊണ്ട് ഉണ്ടാവുന്ന ട്രയാങ്കിൾ ആണ് ഇവിടെ 1, ഇത് 2, ഇത് 3,
പിന്നെ ഉള്ളിൽ വരയ്ക്കുന്ന നാലാമത്തതും. സോ മൊത്തം ഈ ഒരു ഫിഗറിൽ ഒന്നിന്റെ കൂടെ നാലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ട്രയാങ്കിൾസ് ഉണ്ടാവും. സോ ട്രയാങ്കിൾ അല്ല, കാരണം ഈ 4 എന്ന് പറയുന്നത്, ഈ 4 പുതിയ ട്രയാങ്കിൾസ് ഉണ്ടാവുന്നത് ഉള്ളിലൊരു പുതിയ ട്രയാങ്കിൾ വരച്ചത് കൊണ്ടല്ലേ. ഉള്ളിൽ ഞാനൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരച്ചത് കൊണ്ടാണ് എക്സ്ട്രാ ഇവിടെ എത്ര ട്രയാങ്കിളോടെ ഫോം ചെയ്തത്? 4 ട്രയാങ്കിളോടെ ഫോം ചെയ്തത്. അപ്പൊ ഇതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ വേറൊരു ട്രയാങ്കിൾ ഇൻവേർട്ടഡ് ആയിട്ട് വരച്ചാൽ എക്സ്ട്രാ ഉണ്ടാവുന്ന ട്രയാങ്കിൾ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇപ്പൊ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഫിഗറിലൊക്കെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ 1 എന്ന് എഴുതുക. ആദ്യം നിങ്ങൾ പുറത്തുള്ള നമ്പർ ട്രയാങ്കിളിന് വേണ്ടി 1 എഴുതുക. ഇനി എത്ര ട്രയാങ്കിൾ ഉള്ളിലുണ്ട്? 1, 2, 3. അപ്പൊ ഓരോ ട്രയാങ്കിൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ 4 ട്രയാങ്കിൾ ബിൽട്ട് ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 into 4 ആയിരിക്കും ഉത്തരം. 3 into 4 ഉള്ളിൽ എത്ര ട്രയാങ്കിളാ? 1, 2, 3. സോ 12 1 13 ട്രയാങ്കിൾ ആയിരിക്കും ഈ ഒരു ഫിഗറിൽ ഉണ്ടാവുക. ഓക്കെ ആണോ? സോ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രാ ഉണ്ടാവുന്ന ട്രയാങ്കിൾ എണ്ണം എപ്പോൾ എത്രയായിരിക്കും? 4 ആയിരിക്കും. എക്സ്ട്രാ ഉണ്ടാവുന്ന ട്രയാങ്കിൾ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ? സോ ഇതൊന്നും ഇരുന്ന് ഇനി എണ്ണി കണ്ടുപിടിക്കേണ്ട, ഈ ഒരു ട്രിക്ക് ആലോചിക്കുക. ക്ലിയർ? ഓക്കെ ആണോ? ഇവിടെ പോയിന്റ് ഓക്കെ ആണോ? സെറ്റ്? ഓക്കെ. സോ ഈ ഒരു ട്രിക്ക് മറന്നു പോകണ്ട, മൈൻഡിൽ കണക്ട് ചെയ്ത് വെക്കുക. ഒരു ട്രയാങ്കിളിനുള്ളിൽ ഇൻവേർട്ടഡ് ആയിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉണ്ടാവുന്ന ട്രയാങ്കിൾ എണ്ണം എത്രയാണ്? 4. എക്സ്ട്രാ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസിന്റെ എണ്ണം 4. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം 1 എഴുതി. ഇതിനുള്ളിൽ എത്രയുണ്ട്? 1, 2, 3, 4. 4 ട്രയാങ്കിൾ ഉള്ളിലുണ്ട്. എത്ര ട്രയാങ്കിളാ? 4 ട്രയാങ്കിൾ. സോ 4 into 4 16 1 17. സോ 4 ട്രയാങ്കിൾ ആണ് ഉള്ളിലെങ്കിൽ 4 into 4 വരും. അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യാം. സോ ഇതിന്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാ? 8. എത്രയാടാ? 8. സോ ഈ ഒരു ഫിഗർ കൗണ്ട് ചെയ്യ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവും? ഈ ഒരു ഫിഗറിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പറ. ഓക്കെ, എത്രയാടാ? 24. എത്രയാടാ? 24. ഇതെങ്ങനെയൊക്കെ ചെയ്യാം? നോർമലി ഇവിടെ കൗണ്ട് ചെയ്താല് ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് നേരത്തെ പഠിച്ച ട്രിക്ക് അപ്ലൈ ചെയ്യാം. 1, 2, 3. എത്രയാടാ? 1, 2, 3. മൊത്തം എത്രയാ? 3 + 2 6. ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6. ഇപ്പൊ ഇവിടെയൊക്കെ 6 എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്തായാലും കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെപ്പറേറ്റ് ഇനി കൗണ്ട് ചെയ്യണ്ട. സോ 6, 6, 12, 18 ട്രയാങ്കിൾ. 18 ട്രയാങ്കിൾ കൺഫേം ആണ്. ഇനി ഉണ്ടാവുന്ന ട്രയാങ്കിൾസ് ഏതാ? ഇവിടെ ഒരു 19, ഇവിടെ ഒരു 20, ഇവിടെ ഒരു 21, ഇവിടെ ഒരു 22, പിന്നെ ഉണ്ടാവുന്ന ഒരു 23. ഇനി പുറത്തുള്ള ഒരു ട്രയാങ്കിൾ 24 ഓക്കെ ആണോ? സോ ഈ ഒരു ട്രയാങ്കിൾ 23. ഇനി പുറത്തുള്ള വലിയ ട്രയാങ്കിൾ എത്രയാ? 24. മൊത്തം എത്രയാ? 24 ട്രയാങ്കിൾസ് ഉണ്ടാവും. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ? സെറ്റ് ആണോ? ക്ലിയർ അല്ലേടാ? സോ നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ആലോചിച്ച് വെക്കുക. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇനി ഇങ്ങനെയാണ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഫിഗേഴ്സിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കും. ഇതാണ് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണാൻ വേണ്ടി ചോദിക്കുന്നത് വിചാരിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബേസിൽ എത്ര ഇൻവേർട്ടഡ് ട്രയാങ്കിൾസ്, എത്ര അപ്രൈറ്റ് ട്രയാങ്കിൾസ്, ഇൻവേർട്ടഡ് അല്ല, എത്ര അപ്രൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് നോക്കുക. 1, 2, 3. ഇനി എന്ത് ചെയ്യാം? ഇവിടെ മൊത്തം നിങ്ങൾക്ക് 3 എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. എത്രയാണ്? 3 എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ആ നമ്പേഴ്സ് എഴുതുക. 1, 2, 3 താഴെ എഴുതുക. 1, 2, 3. ഇനി ഈ 1 എന്നുള്ളത് ഇങ്ങോട്ട് എഴുതുക.
1ന്റെ കൂടെ 2 ആഡ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് എഴുതുക. 1ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 3. ഇനി 3ന്റെ കൂടെ 3 ആഡ് ചെയ്തു. 3ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടി? വാല്യൂ 6. ഓക്കെ ആണോ? ഇത്രയും വളരെ സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മൊത്തം ആഡ് ചെയ്യുക. 6 + 3 + 1 6 + 3 + 1 6 + 3 + 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 6 × 9 = 10. 10 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്താലോചിക്കുക? DP എന്ന് ആലോചിക്കുക. എന്താലോചിക്കുക? DP. എന്താണ് DP എന്ന് വെച്ച് കഴിഞ്ഞാൽ, D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ്, P എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക്. D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ്, P എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക്. DP തന്നെ ആലോചിക്കണം. ആദ്യം കാണുന്ന സംഖ്യ ഡ്രോപ്പ് ചെയ്യുക, പിന്നെ കാണുന്ന സംഖ്യ പിക്ക് ചെയ്യുക, പിന്നെ കാണുന്ന സംഖ്യ ഡ്രോപ്പ് ചെയ്യുക, ഇനി അതിന്റെ മുകളിൽ സംഖ്യ ഉണ്ടെങ്കിൽ പിക്ക് ചെയ്യുക. അങ്ങനെ 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 പോവാ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ പിക്ക് ചെയ്യേണ്ട നമ്പർ ഏതേ ഉള്ളൂ? 3 ഉള്ളൂ. സോ 10ന്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യുക? 3 കൂടെ ആഡ് ചെയ്യുക. 10ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്താൽ എത്ര വാല്യൂ കിട്ടും? 13. സോ ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്? 13 നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. സോ ഇതിന്റെ PDF ഷെയർ ചെയ്യണം. ചെയ്യാം. സോ നോക്ക്, നോർമലി നമ്മൾ ചെയ്ത പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആദ്യം ആലോചിച്ച പോയിന്റ് 6 × 9 = 13 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഈ എന്താ ചെയ്തത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്ക്, 1 2 3 1 2 3 എന്ന് പറഞ്ഞല്ലോ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1 2 3 1 2 3 താഴെ എഴുതി. 1 2 3 1 2 3. ഇനിയിപ്പോ 4 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒന്നും കൂടെ ഒരു ലൈനും കൂടെ ഉണ്ട്, 4. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇപ്പൊ 3 അല്ലേ ഉള്ളൂ, 3 എന്ന് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1 എന്നുള്ളത് 1 റിപ്പീറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, 1ന്റെ കൂടെ 2 ആഡ് ചെയ്തു. 1ന്റെ കൂടെ 2 ആഡ് ചെയ്തു, അത് ഇവിടെ എഴുതി. 1 + 2 എത്രയാ? 3. ഇനി 3 + 3 എത്രയാ? 3 + 3 3 + 3 എത്രയാ? 6. അപ്പൊ അത്രയും വരെ എഴുതിയല്ലോ. അതുവരെ ഓക്കെ അല്ലേ? അതുവരെ ഓക്കെ ആണ്. ഇനി മൊത്തം ആഡ് ചെയ്യുക. 6 + 3 9 9 1 10 10 എന്ന് എഴുതിയല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം DP എന്ന് ആലോചിക്കുക. ഇത്രയും കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ DP എന്ന് ആലോചിക്കുക. ഡ്രോപ്പ് പിക്ക് ഡ്രോപ്പ് പിക്ക്. ഡ്രോപ്പ് ചെയ്തു, പിക്ക് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു, പിക്ക് ചെയ്തു, അങ്ങനെ അങ്ങനെ പോയി. ഇവിടെ ഇപ്പൊ 3 നമ്പേഴ്സ് ഉള്ളൂ. ഡ്രോപ്പ് പിക്ക് ഡ്രോപ്പ്. ആരെ പിക്ക് ചെയ്തിട്ടുള്ളൂ? 3നെ മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ. സോ 10ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്താൽ നിങ്ങളുടെ വാല്യൂ 3 കിട്ടി? 13. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ തീരും. നോക്ക്, ശ്രദ്ധിക്കും. ഇപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ അപ്രൈറ്റ് ട്രയാങ്കിൾസ് എണ്ണം നോക്കുക. 1 2 3 4 4 അല്ലേ? സോ 4 എന്നുള്ളത് DP ലോജിക് എന്താണ്? എടാ അശ്വിനെ, ഞാൻ പറയുന്ന പോയിന്റ് DP ഡ്രോപ്പ് പിക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞുള്ളൂ. ഇതിൽ എണ്ണി കണ്ടുപിടിക്കുന്നവർ ഇങ്ങനെ കണ്ടുപിടിക്കും. എന്റെ ലോജിക് എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ റീസണിങ്ങിൽ ഈ ഒരു കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് നീ വേറെ എന്ത് ചാപ്റ്ററിൽ ലോജിക് വെച്ചാലും എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗം ഉത്തരം കിട്ടുന്നുള്ള പോയിന്റ് ആണ് ഇവിടെ. ഇതിന്റെ ലോജിക്കിന്റെ പുറകെ പോകാണ്ട് എന്താണ് കുറച്ചുകൂടെ സ്മാർട്ട് സ്റ്റഡി നടത്താൻ നോക്കുക. നീ ഒരു ഡിഗ്രി എക്സാമോ അല്ലെങ്കിൽ നീ ഒരു റിട്ടേൺ എക്സാം അല്ല എഴുതാൻ പോകുന്നത്. സോ ഇതിന്റെ ലോജിക്കിന്റെ പുറകെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്സ് നിനക്ക് ഓൾറെഡി പറയാൻ പറ്റുന്നതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഷോർട്ട് കട്ടിന്റെ പുറകെയുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ മോള് കയറാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന കാര്യം ആദ്യം മൈൻഡിൽ വെച്ചു. 1 2 3 4 അതെന്ത് ചെയ്യാ? നമ്പർ താഴത്തെ എഴുതുക. 1 2 3 4 എന്നിട്ട് ഇവിടെ എന്ത് എഴുതി? 1 എഴുതി. ഇനി 1 + 2 എഴുതുന്നു, കൗണ്ട് ചെയ്യുന്നു, 3 എഴുതുന്നു. ഇനി 3 + 3 കൗണ്ട് ചെയ്യുന്നു, 6 എഴുതി. 6 + 4 കൗണ്ട് ചെയ്യുന്നു, 10 എഴുതി. ഓക്കെ ആണോ? ഇനി മൊത്തം കൗണ്ട് ചെയ്യാം. 10 + 6 16 16 9 20 21 21. ഇനി ഏതൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ? ഡ്രോപ്പ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു. വേറെ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യണം? 6ഉം 1ഉം. 6 1 കൂടെ ആഡ് ചെയ്താ 21ഉം 21ന്റെ കൂടെ 10 16 19 20. ഇത് 20 അല്ലേ? 20ന്റെ കൂടെ 7ഉം കൂടെ ആഡ് ചെയ്തു. 20ന് 7 ആഡ് ചെയ്താൽ 27. ഓക്കെ ആണോ? 20ന്റെ കൂടെ 7ഉം കൂടെ ആഡ് ചെയ്തു, 27. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? സോ ഈ ഒരു ട്രിക്കും കൂടെ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക, മൈൻഡിൽ വെക്കുക. സോ വളരെ നല്ല ട്രിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ട്രിക്കിന്റെ പുറകെയുള്ള ട്രിക്ക് ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു ഐഡിയ മാത്രം എന്ത് ചെയ്യുക? നോർമലി ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ക്ലിയർ? സോ ഡ്രോപ്പ് പിക്ക് അത് അവസാനം PD. പിക്ക് ഡ്രോപ്പ് ആക്കരുത്, അങ്ങനെയാണ് ഉത്തരം മാറും. ഓക്കെ, ഇരുന്ന് എണ്ണുന്നതിന് പകരം ഈ ഒരു ട്രിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമയം ലാഭിക്കുക. അത്രേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഇക്വേഷൻ പഠിച്ചാൽ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലേക്കുള്ള ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? സോ ഇത്രയാണ് ട്രയാങ്കിൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ട്രിക്സ് ആണ് നമുക്ക് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ളത്. ഇനി കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതേ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വലിയൊരു ഫിഗറിന്റെ ചെറിയൊരു ഭാഗം കൗണ്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി. പക്ഷെ നോർമലി നമുക്ക് എന്ത് പറ്റും? എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുക. ഇതൊക്കെ വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് സ്ക്വയേഴ്സ്. എങ്ങനെയാണ് സ്ക്വയേഴ്സും റെക്ടാങ്കിൾസും കൗണ്ട് ചെയ്യാന്നുള്ള കാര്യം നോക്ക്.
എങ്ങനെയാണ് സ്ക്വയേഴ്സും റെക്ടാങ്കിൾസും കൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് സ്ക്വയേഴ്സ് ആണ് കൗണ്ട് ചെയ്യാൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ 1 2 നമ്പർ ചെയ്യുക, റോയും കോളും നമ്പർ ചെയ്യുക 1 2 1 2. ഈ നിങ്ങൾ സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നമ്പറിനെ ഇവിടെയുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, തൊട്ടടുത്തുള്ള നമ്പറിനെ ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 2 1 2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 into 2 2 into 2 plus 1 into 1 1 into 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 square plus 1 square 5 സ്ക്വയർ കിട്ടും. 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ. നിങ്ങളോട് റെക്ടാങ്കിൾ ആണ് കൗണ്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് മൊത്തം ഒന്ന് ആഡ് ചെയ്യുക. 1 plus 2 1 plus 2 മൾട്ടിപ്ലൈഡ് ബൈ ഇനി താഴത്തോട്ടുള്ളത് കൗണ്ട് ചെയ്യാം. 1 plus 2 1 plus 2 into 1 plus 2 എത്ര കിട്ടും? 3 into 3 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ 9 റെക്ടാങ്കിളും 5 സ്ക്വയറും ആണുള്ളത്. 9 റെക്ടാങ്കിളും 5 സ്ക്വയറും ഓക്കെ ആണോ? ഇനിയിപ്പോ സപ്പോസ് ഫിഗർ ഇങ്ങനെയാന്ന് വിചാരിക്കും, ഇപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കാണുന്ന ഫിഗർ ഇങ്ങനെയാന്ന് വിചാരിക്കും. ഇതിപ്പോ സ്ക്വയർ ആയിട്ട് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ എത്ര? ഒന്നുകൂടെ പറയാം എല്ലാം ഒന്നുകൂടെ പറയാം. നോക്ക്, ഇതിലിപ്പോ എത്ര നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് നമ്പർ ഓഫ് സ്ക്വയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക. 1 2 3 1 2 3 4 5 ഓക്കെ ആണോ? സോ ഒരു നമ്പർ കൂടെ ഒരു റോയും കൂടെ കൂട്ടാം. ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്പർ ചെയ്തു 4. ഇനി എന്താ? ഇവിടെയുള്ള 4നെ ഇവിടെയുള്ള 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 5 പ്ലസ് ഇവിടെയുള്ള 3നെ ഇവിടെയുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4. ഇനി അടുത്ത് എന്ത് ചെയ്യാ? 2 into 1 സോറി 2 into 3 2 into 3. ഇനി എന്ത് ചെയ്യാ? 1 into ഇത് പറഞ്ഞു 1 into 2 1 into 2. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആണ് ഉള്ളത്. 0 into 1 ആണ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്പേഴ്സ് 4 into 5 പ്ലസ് 3 into 4 പ്ലസ് 2 into 3 പ്ലസ് 1 into 2 അതുവരെ എഴുതി കഴിയാ മൊത്തം കൗണ്ട് ചെയ്യാം. മൊത്തം എത്ര വരും? 20 12 6 പ്ലസ് 2 26 32 38 2 40 40 സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. എത്രയാടാ? 40. 20 ശരിയല്ലേ? 20 12 32 32 6 38 38 2 40. ക്ലിയർ ആണോ? സ്ക്വയേഴ്സിന്റെ എണ്ണം കൗണ്ട് ചെയ്യാൻ ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോടാ? ആരതി, ശരത് എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോടാ? ക്ലിയർ? മനസ്സിലാവാത്ത ആളുകൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ ഇവിടെ ഒരു അഞ്ചാമത്തെ ഒരു റോ ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. 5ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ അങ്ങനെ അങ്ങ് കൗണ്ട് ചെയ്ത് പോയാൽ മതി. ഇപ്പൊ ഇവിടെ എവിടെ പ്രശ്നം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റോയും കോളവും ഡിസിമിലർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെയാണ് പ്രശ്നം വരിക. അപ്പൊ ചെയ്യേണ്ടി വരിക 4 into 5 3 into 4 2 into 3 1 into 2. ഇനി വീണ്ടും പോയിട്ട് 1 into 1 ചെയ്യാൻ നിൽക്കരുത്. അവിടെ തെറ്റിപ്പോവും. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് റെക്ടാങ്കിൾ ആണ് കൗണ്ട് ചെയ്യണമെങ്കിലോ? റെക്ടാങ്കിൾ കൗണ്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മൊത്തം കിട്ടുക. 4 3 7 7 2 9 9 1 10 അവിടെയുള്ള നമ്പേഴ്സ് മൊത്തം കൗണ്ട് ചെയ്യുക 10. ഇനി ഇവിടെ ഉള്ളത് 5 4 9 9 3 12 12 2 14 14 1 15 10 into 15 150 റെക്ടാങ്കിൾ ഉണ്ടാവും. 150 റെക്ടാങ്കിളും 40 സ്ക്വയറും ആണ് ഈ ഒരു ഫിഗറിൽ ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? റെക്ടാങ്കിൾ കൗണ്ട് ചെയ്യാനുള്ള മാർഗമാണ് പറഞ്ഞത്. ഇത് മൊത്തം കൗണ്ട് ചെയ്യുക. 1 plus 2 plus 3 plus 4 ഇത് മൊത്തം കൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ സമ്മിനെ മൊത്തം കൗണ്ട് ചെയ്തിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് റെക്ടാങ്കിൾ കാണാനുള്ള ഐഡിയ. ഓക്കെ, സോ റെക്ടാങ്കിൾ കാണാനും സ്ക്വയർ കാണാനും ഒരു ഐഡിയ അല്ല. സ്ക്വയർ ആണെങ്കിൽ ഓരോന്നും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ റെക്ടാങ്കിൾ ആണ് കൗണ്ട് ചെയ്യുന്നെങ്കിലോ ആദ്യം മൊത്തം ആഡ് ചെയ്യും, എന്നിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ? സോ ഈ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്വയറും റെക്ടാങ്കിളും ഏറ്റവും എളുപ്പത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? ക്ലിയർ ആണോടാ? ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം പറ. ക്ലിയർ?
സ്ക്വയർ സിമിലർ വൺ വരുന്നത് പറയാവോ സാർ? ഇത് സ്ക്വയേഴ്സ് സിമിലർ വൺ അല്ലേ? ഇത് പറയാലോ ആരതി? ഇത് ചെയ്ത് നോക്ക്. ഓപ്ഷൻ എ നോക്ക്, ആരെയും ശ്രദ്ധിച്ചോ. നമ്മൾ നമ്പർ ചെയ്യുന്നത് എത്രയാ? 1 2 3. ഇവിടെ നമ്പർ ചെയ്യുന്നു 1 2 3. ഇനി എന്ത് ചെയ്യാ? 3 into 3 3 into 3 പ്ലസ് 2 into 2 പ്ലസ് 1 into 1. ഇതാണ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്താൽ കിട്ടുക. സ്ക്വയേഴ്സ്. റെക്ടാങ്കിൾ ആണെങ്കിലോ ഇത് മൊത്തം ആഡ് ചെയ്താൽ 9. ഇപ്പൊ റെക്ടാങ്കിൾ കൂടെ എഴുതാം. റെക്ടാങ്കിൾ ആണെങ്കിലോ 1 + 2 + 3 into 1 + 2 + 3. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റെക്ടാങ്കിൾ കിട്ടും. ഇത്രയും എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എത്ര കിട്ടും വാല്യൂ? 9 + 4 9 + 4 13 13 1 14 14 സ്ക്വയേഴ്സും അതേപോലെ തന്നെ 36 റെക്ടാങ്കിളും. ഓക്കെ അല്ലേ? ആരതി ക്ലിയർ ആണോടാ? സോ ഈ കേസ് ഓക്കെ ആണോ? സോ ഇങ്ങനെയാണ് സ്ക്വയേഴ്സും റെക്ടാങ്കിളും കൗണ്ട് ചെയ്യാന്നുള്ള പോയിന്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ രീതിയിൽ മൈൻഡിൽ വെക്കുക. ഡിസിമിലർ ആണെങ്കിലാണ് ആ ഒരു പ്രശ്നം വരിക. ഓക്കെ അല്ലേ? അങ്ങനെ അടുത്ത ദിവസം ചെയ്ത് നോക്ക്. ഓക്കെ, എത്ര വരുന്നത്? ഓപ്ഷൻ സി 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 സി. ഓക്കെ, 1 2 3 1 2 3 4. സോ 3 + 2 + 1 6 6 into 4 3 7 9 1 10 60 ഉത്തരം വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? ഇതല്ല. റെക്ടാങ്കിൾസ് എന്നാലും 60 ഉണ്ട്. ഇനി സ്ക്വയേഴ്സ് ആണെങ്കിലോ 4 × 3 12 3 × 2 6 2 × 1 1 2 × 1 2 12 6 18 2 20. സോ ഓപ്ഷൻ സി 20 60. ഓക്കെ അല്ലേ? വെരി ഈസി. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഇത് ചെയ്യും? Find how many squares or rectangles are there in the given figure? Say. B. C. ഏതാ വരിക? ഓക്കെ, 1 1 2 3 4 5 1 2 3. സോ മൊത്തം 15 into 6 15 into 6 90. 90 എന്ന ഓപ്ഷൻ ഇതല്ല. ബാക്കി ഇത് വരും 5 into 3 15ഉം 4 into 2 8ഉം 3 into 1 3ഉം 15 8 23 3ഉം 26. 26 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഇത് പറ. Find the number of squares in the given figure. പറ. ഓക്കെ, സോ ഉള്ളിലുള്ള ഫിഗറിൽ ഒരു 5 സ്ക്വയർ. ഇനി പുറത്തുള്ളത് ഇപ്പൊ ഉള്ളിലുള്ളത് ഇത് മാറ്റി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
എടാ ഇതെന്താ ആക്ച്വലി ഫിഗർ എങ്ങനെയാ? ഈ ഒരു ഫിഗറിലേക്ക് ഈ ഒരു കുഞ്ഞു ഫിഗർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ആയി. അതല്ല ഇതിന്റെ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ആയി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്? ഇവിടെ ഉള്ളത് 5 സ്ക്വയർ, ഇവിടെ ഉള്ളതും 5 സ്ക്വയർ. സോ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതൊന്നും ഒരു സ്ക്വയർ അല്ല. ഇങ്ങനെയുള്ള പോയിന്റ് ഒന്നും ഒരു ഫിഗർ അല്ല. അല്ല മീൻസ് ഇതൊന്നും ഒരു സ്ക്വയർ അല്ല. അപ്പൊ മൊത്തം എത്രയാ? 5 + 5 മൊത്തം 10 സ്ക്വയർ. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും ചെയ്. ഓക്കെ, ഇത് ചെയ്. അത്രേ ഉള്ളൂ. വെരി ഗുഡ്. സോ ഇവിടെയുള്ള സ്ക്വയേഴ്സിന്റെ എണ്ണം 5 5 5 5. സോ 5 × 4 = 20. എട്ടടിക്ക് പരിപാടി തീരൂലേ? സോ വെരി ഈസി, 20. സോ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഇതിന്റെ അപ്പുറമുള്ള വേറെ ഏതെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമുക്ക് ചെയ്ത് എണ്ണിയെടുക്കാൻ പറ്റാത്ത രീതിയിലും ക്വസ്റ്റ്യൻ വരാം. എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാനുവലി കൗണ്ട് ചെയ്യുന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. സോ ഇത്രയും ട്രിക്കാണ് നമുക്ക് പറയാനുള്ളത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിട്ട് ഫീലിംഗ് ഉണ്ടോ? പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചോടാ? ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചോ? ഓക്കെ ആയിരുന്നോ? ക്ലാസ് ഓക്കെ ആയിരുന്നോ? ഇത്രയാണ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നോർമലി ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇനി ഇതിലൊന്നും പോയിട്ട് ഒരുപാട് സർ എല്ലാം പുതിയതായിരുന്നു, ഓക്കെ യൂസ്ഫുൾ. ഓക്കെ, അപ്പം ഈ ഒരു 1000 ക്വസ്റ്റ്യൻസ് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ഒന്നും ചെയ്യേണ്ട. അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സിന് അത് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക? നോർമലി ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ ഇരുന്ന് എണ്ണി കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സോ അത്രയും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണെന്നുള്ള കാര്യം, ചാപ്റ്റർ അല്ല എന്നുള്ള കാര്യം കൂടെ മൈൻഡിൽ വെച്ചുകൊണ്ട് മോക്ക് ചെയ്യാം. ഓക്കെ, സോ അത്രയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.